എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2025 മിഥുനം രാശിക്കാരുടെ ഗോചര ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. മിഥുനം രാശി എന്ന് പറയുന്നത് മകയിരം നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യ 3 പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി 9ാം ഭാവത്തിൽ ആണ് സഞ്ചരിക്കുന്നത്. കൂടാതെ വ്യാഴം 12ലും ആണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 9ാം ഭാവത്തിൽ ശനിയുണ്ട് എന്നുള്ളത്, ഭാഗ്യസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്നത് ഗുണകരമാണെന്നുണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ ഗതി അത്ര ശുഭകരമല്ലാത്ത അവസ്ഥയിലുമാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ ഈ വർഷത്തിൻ്റെ തുടക്കം മുതൽ ഈ രാശിക്കാർക്ക് നേരിടേണ്ടതായിട്ട് വരുന്നതാണ്. കാര്യതടസ്സങ്ങളും തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളും സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളും ഒക്കെ ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ ഏത് കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇത്തരത്തിൽ പ്രതിസന്ധികൾ നേരിടേണ്ടതായിട്ട് വരും. കലാകാരന്മാരാണെങ്കിലും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇതുപോലെ പല വിധത്തിലുള്ള പ്രതിസന്ധികളെയും നേരിടേണ്ടതായിട്ട് വരുന്നതും ആയിരിക്കും. എന്നാൽ ശനി 2025 മാർച്ച് 29 കർമ്മസ്ഥാനമായ 10ലേക്ക് കണ്ടകസ്ഥാനത്തേക്കാണ് വരുന്നത് എന്നുള്ളതും, വ്യാഴം ജന്മത്തിലേക്കാണ്, മിഥുനം രാശിയിലേക്കാണ് 2025 മെയ് 14 മുതൽ സഞ്ചരിക്കുന്നതെന്നുള്ളതും അത്ര ഗുണകരമല്ലാത്ത അനുഭവങ്ങൾ ഈ വർഷം മുഴുവനായിട്ട് ഉണ്ടാകുന്ന അവസ്ഥ പ്രദാനം ചെയ്യുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു വർഷമാണ് 2025 ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. നിലവിലുള്ള തൊഴിലുകളൊന്നും മാറിയിട്ട് പുതിയ തൊഴിൽ സ്വീകരിക്കാമെന്നൊക്കെ കരുതുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കാവുന്ന ഒരു സമയമാണ്. സാമ്പത്തിക ഇടപാടുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. പൊതുവിൽ അത്ര അനുകൂലമല്ലാത്ത ഒരു സ്ഥിതിവിശേഷമുള്ളതിനാൽ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴാഴ്ചകളും ശനിയാഴ്ചകളും അവരവരുടെ മതാചാര പ്രകാരമുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തി മുന്നോട്ട് പോകേണ്ടതാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ച് ഇങ്ങനെ കുറച്ച് ഗോചരാലുള്ള ഫലങ്ങൾ മോശമാണെങ്കിലും ജാതകവശാൽ അവർക്ക് നല്ല സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗോചരാലുള്ള ഫലങ്ങളുടെ കാഠിന്യം താരതമ്യേന കുറവായിട്ടായിരിക്കും അനുഭവപ്പെടുന്നതും എന്നും മനസ്സിലാക്കുക.